friends, my name is Yasser. Welcome to Yasser the Master. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ ഒരു 2 ദിവസം മുൻപ് നമ്മുടെ സഹോദരൻ സൽമാൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ജിമ്മിൽ കൊഴിഞ്ഞോട് മരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലി. പിന്നെ അവൻ്റെ ഉപ്പക്കും ഉമ്മക്കും മനസ്സിന് ശാന്തിയും സമാധാനം കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം 2 ദിവസം മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴത്തൊരു കമൻറ്റ് കണ്ടു, സൽമാൻ എന്ന് പറഞ്ഞ വ്യക്തി മരണപ്പെട്ടതിനെ കുറിച്ചുള്ളൊരു കാര്യം. ആ സൽമാൻ എന്ന് പറയുന്ന സഹോദരന് ജിമ്മിൽ വ്യായാമം ചെയ്തെടുക്ക് അസ്വസ്ഥതായിട്ട് വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മുൻപ് ആ കുട്ടി മരണപ്പെട്ടിട്ടില്ല. അപ്പോഴേക്ക് മീഡിയ എന്താക്കി, മരണപ്പെട്ടു, ജിമ്മിൽ കൊയ്യും വീണ് മരണപ്പെടുന്നുള്ളൊരു ന്യൂസ് ഒന്നായിട്ട് പുറത്തിറക്കി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മുന്നേ ആണ് ഈ ന്യൂസ് പറയുന്നത്. പക്ഷെ ആള് മരണപ്പെട്ടിട്ടില്ല. മരണപ്പെട്ടതിന്റെ കാരണം അറിയണമെങ്കിൽ ആള് മരണപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒന്നെങ്കിൽ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടോ വരണം. എന്തുകൊണ്ടാണ് ആ കുട്ടി മരണപ്പെട്ടത്, ഒന്നെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചതാണെന്നുള്ളത് റിപ്പോർട്ട് വരുന്ന മുൻപ് മീഡിയ എന്താക്കി, അത് മരണം ഉറപ്പാക്കി മാറ്റി. അപ്പൊ അതൊരു മീഡിയന്റെ അജണ്ട ആണ്. അവർക്കൊരു അജണ്ട ഉണ്ട്. അവർക്ക് ന്യൂസ് ഉണ്ടാക്കുക, അവർക്ക് വ്യൂസ് കൂട്ടുക, അവർക്കുള്ള എന്താ പറയാ ബിസിനസ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അജണ്ടയാണ് അവർക്ക്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഈ മേഖലയിൽ മാത്രമല്ല ആളുകൾ മരിക്കുന്നത്, പല മേഖലയിലും മരിക്കുന്നുണ്ട്. ഒരു 4 ആഴ്ച മുൻപ് 3 ആഴ്ച മുൻപ് രാജസ്ഥാനിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഒരു പെണ്ണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊഴിഞ്ഞു കൊണ്ട് മരിച്ചു. അതാരും വലിയൊരു ഇഷ്യൂ ആക്കില്ല. നമ്മള് റിപ്പബ്ലിക് ഡേന്റെ സമയത്ത് ഡൽഹിയിലോ അതോ അല്ലെങ്കിൽ പഞ്ചാബിലാണെന്ന് തോന്നുന്നുണ്ട്, ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥന് ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ചിട്ട് സ്റ്റേജിന് മുകളിൽ മുമ്പ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ വ്യക്തിയും കൊഴിഞ്ഞു വീണ് മരിച്ചു. അതൊന്നും ന്യൂസ് ഉണ്ടായിട്ടില്ല. ജിമ്മില് വ്യായാമം ചെയ്യുന്നിടയിൽ കൂടി ഒരാൾ കൊഴിഞ്ഞു വീണ് മരണപ്പെട്ടു എന്നാണ് മീഡിയ പറഞ്ഞത്. ഇപ്പൊ നമ്മളെ യുഎഇയിൽ ഒരു ജിമ്മ് ട്രെയിനേഴ്സ് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് വേണം. അല്ലാത്ത പക്ഷം അവർക്ക് ജോലി കിട്ടില്ല. കാരണം വിസ അടിക്കുന്നുണ്ടെങ്കിൽ ആ ജിമ്മിൽ എന്ത് പ്രൊഫഷനാണോ ആള് കയറുന്നത് ആ പ്രൊഫഷൻ അനുസരിച്ചിട്ടാണ് ആൾക്ക് വിസ കൊടുക്കല്. അല്ലാത്ത പക്ഷം ആൾക്ക് വിസ കൊടുക്കില്ല, അവർക്ക് പണിയും കിട്ടില്ല. അപ്പൊ ഇതുപോലത്തെ സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. ഗവൺമെന്റ് ആ സിസ്റ്റം കൊണ്ടുവന്നിട്ടില്ല. ഏതായാലും ഒരു ട്രെയിനർ ആവണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കർമ്മങ്ങൾ കിടക്കണം. അവരുടെ എക്സാം എഴുതുന്നുണ്ട്, ബോഡി ബിൽഡിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ എക്സാമും കാര്യങ്ങളൊക്കെ പാസ് ചെയ്തിട്ടാണ് പിന്നെ ഒരു പേഴ്സണൽ ട്രെയിനർ ആവലും. അപ്പൊ ജിമ്മിൽ നമ്മൾ ആദ്യം പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനറെ പോയിട്ട് കാണും. പേഴ്സണൽ ട്രെയിനർ ആണോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയ ട്രെയിനർ ആണോ നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ആ ജിമ്മിൽ പോകാനും. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ട്രെയിനറോട് നമ്മൾ പറയണം. കാരണം നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കോച്ചിക്ക് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർക്ക് അറിയില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ട്രെയിനർ അതുകൊണ്ട് മനസ്സിലാക്കണം. ഒരു ക്ലയന്റ് വരാണെങ്കിൽ ആ ക്ലയന്റ് ചോദിക്കണം, എന്താണ് നിങ്ങൾക്ക് ജിമ്മിൽ വന്നിട്ട് ആവേണ്ടത്. ചിലർക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യണം, ഫാറ്റ് ലൂസ് ചെയ്യണം, ചിലപ്പോൾ ഓരോരുത്തർക്ക് ഫിറ്റ്നസ് കളിക്കണം, പല ആഗ്രഹങ്ങളുള്ള ആളുകൾ വരുന്നത്. അപ്പൊ കോച്ച് ആദ്യം ചോദിക്കേണ്ടത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവരൊരു മെഡിക്കൽ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറയാം. അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അവരുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും വീക്ക് പോയിന്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ആദ്യം അറിയണം. എന്നിട്ട് ആ ക്ലയന്റ് നമ്മളെ പുതിയ ക്ലയന്റ് ജിമ്മിൽ കളിക്കാൻ വരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം അവർക്ക് ഫുള്ള് സ്ട്രെച്ച് പരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, കാർഡിയോ കൊടുക്കുക. കാർഡിയോ കൊടുക്കുന്ന സമയത്തും നോർമൽ വാക്കിംഗ് കാർഡിയോ കൊടുക്കുക. കാരണം നമ്മൾ കാർഡിയോ ഹെവി ചെയ്യുന്ന സമയത്താണ് നമ്മളെ ഈ ഹാർട്ടിന് പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ബ്രീത്തിന് പ്രശ്നം വരും, നമുക്ക് ഓക്സിജൻ ബ്രീത്ത് എടുക്കാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ വരും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോച്ചിന് നമ്മൾ എന്താണ് നമ്മൾ ആവശ്യത പറയാം, അതനുസരിച്ച് കോച്ച് നിങ്ങളോട് ചോദിക്കുന്ന നിർദ്ദേശങ്ങൾ. എന്നിട്ട് ഒരാഴ്ച നമ്മൾ കളിക്കുന്നത് എന്താണ്, നമ്മൾ ബോഡി സ്ട്രെച്ച്, മസിൽ സ്ട്രെച്ച് ചെയ്യുക, കാർഡിയോ ലൈറ്റായിട്ട് കളിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ പോകേണ്ടത്. ഈ വെയിറ്റ് ട്രെയിനിങ്ങിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ആവശ്യമായ ഭക്ഷണം നമ്മൾ കഴിക്കണം. അല്ലാതെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി കളിക്കാൻ പോയാൽ തന്നെ കോച്ചോട് ചോദിക്കുക, എന്നിട്ട് നമുക്ക് നമ്മളെ ബോഡിക്ക് പറ്റിയ വർക്കൗട്ട് നമ്മൾ ചെയ്യാം. ചിലർക്ക് പെട്ടെന്ന് സൈസ് ആവേണ്ട ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ സിനിമ മോട്ടിവേഷൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സൈസ് ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ജിമ്മിൽ പോകും. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ മസിൽ ഉണ്ടാക്കാനും അതൊരിക്കലും കഴിയില്ല. നമ്മൾ ക്ഷമയോടുകൂടെ കളിക്കുക, ക്ഷമയോടുകൂടെ വർക്കൗട്ട് ചെയ്യുക, നമ്മൾക്ക് ആവശ്യമായ ഫുഡ് കഴിക്കുക. കോച്ച് പറഞ്ഞ ഫുഡ് എന്താണോ നമ്മളത് കഴിക്കുക. വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ആ ഫുഡ് വേറെ ആയിരിക്കും. നമ്മൾ ഡയറ്റിങ് ചെയ്യുമ്പോൾ, നമ്മൾ ഫാറ്റ് ലൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഫുഡ് വേറെ ആയിരിക്കും. അതാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പാഞ്ഞു പോയി 1 മാസം കൊണ്ട് നമുക്ക് മസിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അത് ഒരുപാട് പ്രശ്നം നമ്മുടെ ഹെൽത്തിനുണ്ടാവും, ഒരുപാട് ഇഷ്യൂ ഉണ്ടാവും.
അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഒരിക്കലും 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ നമുക്ക് പോകാൻ പറ്റില്ല. നോർമൽ ബസ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്താക്കുക, കളിക്കുക, വർക്കൗട്ട് ചെയ്യുക, നമുക്ക് പറ്റിയ വെയിറ്റ് നമ്മൾ കളിക്കുക. പിന്നെ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ പല കാറ്റഗറിയിലുള്ള ആളുകളാണ് പോകുന്നത്. ചെറിയ ആളുകൾ പോകുന്നുണ്ട്, 18 വയസ്സായ ആളുകൾ പോകുന്നുണ്ട്, 40 വയസ്സായ, 45, പല കാറ്റഗറിയിലുള്ള ആളുകളാണ് പോകുന്നത്. അപ്പൊ ഇവർക്കൊന്നും ഒരേ ട്രെയിനിങ് അല്ല കൊടുക്കേണ്ടത്. ഈ പോകുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. ഒരു 18 വയസ്സായ ആൾ അവിടെ കളിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അവനെ പോലെ ആവണമെന്ന് പറഞ്ഞ് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്കത് കളിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആദ്യം നമ്മളെ ഏജ് നമ്മൾ നോക്കണം, നമ്മളെ ഹെൽത്ത് നമ്മൾ നോക്കണം. 18 വയസ്സായ 20 വയസ്സായ ആളുകൾക്ക് അവർക്ക് കളിക്കാൻ പറ്റും, ഹെവി വെയിറ്റ് കളിക്കാൻ പറ്റും, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്താവണം, ഈ 40 വയസ്സായ 45 വയസ്സായ ആളുകളൊക്കെ അവർക്ക് എങ്ങനെയാണ് അവരെ ഹെൽത്ത് അനുസരിച്ചിട്ടും അവരുടെ പവർ അനുസരിച്ച് കളിക്കുന്ന വെയിറ്റ്, ആ വെയിറ്റ് അനുസരിച്ച് കളിക്കുക. അപ്പോഴേ നമ്മൾ ജിമ്മിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ അവരെ മാതിരി ആമം നോക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും ആവില്ല. പിന്നെ നമ്മളെ ലേഡീസിനോട് പറയാനുള്ളത്, ഈ ലേഡീസൊക്കെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പട്ടിണി കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചെങ്ങാണ്ട് ജിമ്മിൽ പോകും. അത് റോങ് ആണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഗെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് സെപ്പറേറ്റ് ആണ്. നമ്മൾ ഈ ഫാറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത്, ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും നമ്മൾ എന്താവരുത്, ഡയറ്റിംഗ് ചെയ്യരുത്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ. ഒരുപാട് അസുഖങ്ങളും ഒരുപാട് ഇഷ്യൂകൾ നമ്മുടെ ഹെൽത്തിന് ഉണ്ടാവാനുള്ള കാരണമുണ്ട്. അപ്പോൾ ഒരിക്കലും എന്താവരുത്, ആ ഭാഗത്തേക്കൊന്നും മൈൻഡ് ചെയ്യരുത്. പിന്നെ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളൊരു സെറ്റ് കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചെസ്സിന് കളിക്കാൻ ഫ്ലാറ്റ് ബെഞ്ച് നമ്മൾ അടിച്ചു, ഫസ്റ്റ് സെമ്മ നമ്മൾ അടിച്ചു, നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. ഒരു 30 സെക്കൻഡോ 40 സെക്കൻഡോ നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ ബോഡിനെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട്, മസിൽ റിലാക്സ് ആക്കിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ എന്താക്കരുത്, റെസ്റ്റ് എടുക്കാതെ നമ്മൾ കളിക്കരുത്. അതാണ് നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നത്. കഴിയുന്നത് ഒരു മാക്സിമം ഒരു പാർട്ടിൽ നമ്മൾ കളിക്കുന്നത്, ചെസ്സിനാണ് നമ്മൾ മാത്രം കളിക്കുന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്, 1 മണിക്കൂർ നമ്മൾ എന്താക്കണം, വ്യായാമം ചെയ്യണം. ഒരു 6 വർക്കൗട്ട് നമ്മൾ ചെയ്യരുത്. ഈ 6 വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സെറ്റ് കളിക്കുന്ന സമയത്തും നമ്മൾ എന്താക്കണം, 30 സെക്കൻഡ് 40 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. എല്ലാം നമ്മൾ ഒരിക്കലും എന്താക്കരുത്, കൂട്ടി കളിക്കാൻ നിൽക്കരുത്. അത് നമ്മൾ ഹെൽത്തിന് ഭയങ്കര കമ്മന്റ് ചെയ്യും. പിന്നെ കളിക്കാൻ വരുന്ന മുൻപ് നമ്മൾ ഭക്ഷണം കഴിക്കണം. ചില ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാതെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരും. ഈ സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടാവും. നമുക്ക് ഒന്നെങ്കിൽ പ്രഷർ ഡൗൺ ആവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ പ്രശ്നം വരും, നമുക്ക് കളിക്കാൻ കഴിയില്ല, ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മസിൽ ക്യാച്ച് ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ മുൻപ്, ഒരു 45 മിനിറ്റ് മുന്നേ നമ്മൾ എന്താക്കണം, എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിച്ചായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വരേണ്ടത്. ഒന്നത്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ആയ കോച്ചിനെ കൂടെ നമ്മൾ കളിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ കോച്ചിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വന്നതെന്നുള്ളത്. അതല്ലാതെ സാധാരണ ഒരാളെ കീഴിൽ പോയി കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാൽ അവർക്ക് അറിയില്ല അതെന്താ നിങ്ങൾക്ക് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ എന്താക്കണം, ഒരു സർട്ടിഫിക്കറ്റ് ആയ കോച്ചിന്റെ കൂടെ കളിക്കുക, പോയിട്ട് അവർ നിർദ്ദേശങ്ങൾ പാലിച്ച് കളിക്കുക. അവരെന്താണ് നിങ്ങളോട് പറയുന്നത് ആ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് കളിക്കും, നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, അവർക്കൊരു ശക്തി ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഫിറ്റ്നസ് മേഖലയിൽ വരുന്ന ആളുകളോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഈ മീഡിയ പറയുന്നത് കേട്ടിട്ട് എന്താവരുത്, നിങ്ങൾ ആരും ഭയപ്പെട്ടിരിക്കരുത്. മീഡിയന്റെ അജണ്ട ഉണ്ട്. ഒരു 10-15 വർഷം മുന്നേ പറയുന്ന ആ മീഡിയ പറയുന്ന കാര്യങ്ങളല്ല ഇപ്പം പറഞ്ഞത്. 15 വർഷം മുൻപ് പറയുന്ന മീഡിയ സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അവരുടെ അജണ്ട എന്താണോ അവർക്ക് വേണ്ടത്, ആ വഴിയിലൂടെയാണ് ഇവര് ന്യൂസ് കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ നല്ലൊരു കാര്യങ്ങൾക്ക് വേണ്ടല്ല ന്യൂസ് ഉണ്ടാക്കുന്നത്, ഈ മറ്റേ ന്യൂസുകളൊന്നും മീഡിയ കൊണ്ടുവരുന്നത്. അപ്പൊ അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വരണം. അല്ലാതെ മീഡിയ പറഞ്ഞ കേട്ട് എന്താവരുത്, ഒരിക്കലും ഈ ഫിറ്റ്നസ് മേഖലയിൽ നിങ്ങൾ എന്താവരുന്ന തളർപ്പം നിൽക്കരുത്. നിങ്ങൾ വരാം, നിങ്ങൾ ആവശ്യങ്ങൾ കോച്ചിനോട് പറയാം. നിങ്ങൾക്ക് വർക്കൗട്ട് വേണമെങ്കിൽ വർക്കൗട്ട്, ഫിറ്റ്നസ് ആണെങ്കിൽ ഫിറ്റ്നസ്, ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ ബോഡി ബിൽഡിംഗ്, നിങ്ങളെ ഹെൽത്ത് എന്താക്കുക നിങ്ങൾ കീപ്പ് ചെയ്യാം. പണ്ടൊക്കെ ഡോക്ടർമാരടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകരുത്, ജിമ്മ് കളിക്കാൻ പോകരുത്, അത് ഭയങ്കര ഹെൽത്തിന് ഇഷ്യൂ ആണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഏതൊരാളും ഒരു ഷുഗറോ ഒരു പ്രഷറോ എന്തെങ്കിലും അസുഖമായിട്ട് ഹെൽത്തിന് ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഡോക്ടറെ പോയി സമീപിക്കും. ഡോക്ടർ എന്താ ആദ്യം കൊടുക്കുന്ന നിർദ്ദേശം, വർക്കൗട്ട് ചെയ്യാൻ. നിങ്ങൾ ആദ്യം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, വ്യായാമം ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ ഭക്ഷണങ്ങളൊക്കെ ഫുള്ള് കെമിക്കൽ ഭക്ഷണങ്ങളാണ് വരുന്നത്. ഒരു 80% ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഷുഗർ പേഷ്യന്റ് ആണ്. ഇതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഭക്ഷണവും കഴിക്കണം, അതിനനുസരിച്ചുള്ള ഫുഡും കഴിക്കണം, അതിനനുസരിച്ചുള്ള കോച്ച് നിർദ്ദേശങ്ങളും പാലിക്കണം. ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഫിറ്റ്നസ് മേഖല ആരെയും കൊല്ലാനോ നശിപ്പിക്കാനോ ഉള്ള മേഖലയല്ല, ഹെൽത്ത് കീപ്പ് ചെയ്യാനുള്ള ഒരു മേഖലയാണ്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽത്ത് കീപ്പ് ചെയ്യാനുള്ള ഒരു മേഖലയാണ്. അതിനാരും എന്താക്കരുത്, ഈ മീഡിയ പറയുന്ന മാതിരി എന്താവരുത്, നശിപ്പിക്കാൻ നോക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഹെൽത്തിനായി ഞാൻ ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.